ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. സോ ഹായ് ഓൾ. നമ്മളങ്ങനെ ഈ ഇപിയുടെ 150 ഡേയ്സ് ഓഫ് ഡെയിലി ടാസ്കുകളും വീക്ക്ലി ലൈവ് സെഷൻസും അതുപോലെ വീക്ക്ലി അസസ്മെന്റ്സും എല്ലാം കഴിഞ്ഞ് ടുവേർഡ്സ് ദ എൻഡ് ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു റാപ്പപ്പ് സെഷന് മുമ്പായിട്ടുള്ളൊരു സെഷനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇന്ന് റാപ്പപ്പ് ചെയ്യേണ്ടത് ഞാനല്ല, ആക്ച്വലി നിങ്ങളുടെ അടുത്തു നിന്നാണ് എനിക്ക് ആ ഒരു റാപ്പപ്പ് വേണ്ടത്. സോ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പിക്കാണ് കേട്ടോ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, നോട്ട് ഫോർ യുവർ ലേണിംഗ് ജേർണി. ഓക്കെ, അമീന, ഐ എം ഗുഡ്. ഹൗ ആർ യു മൈ ഡിയർ? അമീനെ കണ്ടിട്ട് കുറെ ആയല്ലോ. വെർ ആർ യു? യാ. സോ നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ സെഷൻ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇന്ന് ജസ്റ്റ് ഈ ഒരു റാപ്പിംഗ് അപ്പിന് വേണ്ടിയിട്ട് എന്തൊക്കെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് ചെയ്യാനുള്ളത് എന്ന് നമ്മൾ പറയും. അതോടൊപ്പം തന്നെ ഐ വോണ്ട് ടു ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം ഓൾ ഓഫ് യു. കുറച്ചു പേരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയിക്കും, ബാക്കി എല്ലാവരും ചാറ്റ് ബോക്സിൽ ഒരു ഫീഡ്ബാക്ക്. ഓക്കെ, ആൻഡ് ഫീഡ്ബാക്ക് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇനിയൊരു നെക്സ്റ്റ് സെഷൻ ഓഫ് ഇഇപി 3.0 കൂടെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തൊക്കെയായിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ എക്സ്പെക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടാതെ പോയത് എന്തൊക്കെയായിരുന്നു, അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടിയതും കിട്ടാതെ പോയതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ഓക്കെ, all your achievements and challenges can be shared here. Okay, so we are beginning. Once again, I welcome all of you to EEP 2.0 special session. സോ ഇന്ന് മേജർ ആയിട്ട് 4 കാര്യങ്ങളുടെ ഡിസ്കഷൻ ആണുള്ളത്. ഒന്ന് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്, മറ്റൊന്ന് ഇഇപി ഡയറി, and then we'll be talking about our final assessment and then certifications. Okay. I mean, I was preparing for term and exam. Okay, fine. Okay. പിന്നെ ഇന്നിവിടെ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം ഇതുവരെ ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് റെഗുലർ ആയിട്ട് ഇഇപി സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് ഈ ഒരു 150 ഡേയ്സിന്റെ ടാസ്ക് ചെയ്തിട്ടില്ല എങ്കിൽ പോലും യു ക്യാൻ ഡു ഓൾ ദീസ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഇത്രയും കാലം ഇത് ഫോളോ ചെയ്യാത്തത് കൊണ്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരും വിചാരിക്കേണ്ട കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഇപ്പോഴും ആകെ കുറച്ച് ക്ലാസ്സസ് മാത്രമേ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം റെക്കോർഡഡ് ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ you can even go back, listen to it and then do it. Okay, so ഇവിടെ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുള്ള ഒരു ചെറിയ ഐഡിയ എങ്കിലും ഉള്ള എത്ര ആൾക്കാരുണ്ട് ഇവിടെ? എന്താണ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്ന് ചെറിയ ഐഡിയ എങ്കിലും ഉള്ള, ഒരിക്കലും കേട്ടിട്ടെങ്കിലും ഉള്ള ആൾക്കാർ യെസ്ന്നോ അല്ലെങ്കിൽ ഒരു തംസ് അപ്പോ എന്തെങ്കിലും എനിക്കൊരു റെസ്പോൺസ് തരുമോ? ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഇതുവരെ കേട്ടിട്ടില്ല. ഓക്കെ. സോ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്ന് കേട്ടിട്ടുള്ള, ഐ മീൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് അറിയണം എന്നില്ല, എന്നാലും കേട്ടിട്ടുള്ള ആരും ഇല്ല ഇവിടെ? ഓക്കെ, ഫൈൻ, നോ വറീസ്, കുഴപ്പമില്ല. ഓക്കെ, സോ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ ഭാഗമായി നടത്താൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഈ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു വിത്തിൻ 1 or 2 hour തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ്. ദിസ് ഇസ് ബേസിക്കലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ് എന്ന് പറയാം. ഓക്കെ, സോ ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് a minute, I'll show you. ഇപി ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഗൈഡാണ് ഇവിടെ ഉള്ളത്. സോ ഇവിടെ ഫസ്റ്റ് 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം ഒരു റിട്ടൺ ഫോമാറ്റ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മൾ എന്താണോ എഴുതിയിരിക്കുന്നത് അത് തന്നെ നമ്മൾ വീഡിയോയിലൂടെ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ പ്രോജക്റ്റ് കമ്പോണന്റിൽ 1 and 2 എന്നുള്ളത് നിങ്ങൾ 2 എണ്ണം ചെയ്യേണ്ട, ഒരെണ്ണം തന്നെ എഴുതുകയും ആ എഴുതിയത് തന്നെയാണ് നിങ്ങൾ പിന്നീട് വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു സ്റ്റെപ്പ് 1, ഞാൻ പറഞ്ഞത് ബേസിക്കലി ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്ത് സ്റ്റോറി പറയണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. പക്ഷെ ഇത് നമ്മുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതായത് വെറുതെ ഒരു കഥ എവിടെന്നെങ്കിലും എടുത്ത് കോപ്പി ചെയ്യാനുള്ളതല്ല. നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഈവന്റ് നിങ്ങൾക്ക് സ്റ്റോറിയാക്കി പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 4 to 5 minutes നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറി, നിങ്ങളിപ്പോ ജനിച്ചത് എവിടെയായിരുന്നു, പഠനം ഇവിടെ കഴിഞ്ഞു, ജോലി ചെയ്യുന്നത് ഇവിടെ, ഇപ്പൊ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റോറി പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ലേൺ വൈസിൽ ഈ ഒരു ഇവിടെ ഉള്ള പലരും ഒരു ബ്രേക്കിന് ശേഷമൊക്കെ പഠിക്കാൻ വന്നവരായിരിക്കാം. ഓക്കെ, എല്ലാവരും അല്ല, കുറച്ചു പേരൊക്കെ അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വീണ്ടും നിങ്ങൾ ഈ ഒരു പഠിപ്പിലേക്ക് എത്തി. ഓക്കെ, സോ എന്ത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷെ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു യുവർ ലൈഫ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കണം
അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പേഴ്സണൽ സ്റ്റോറി ആയിരിക്കണം അത്. നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും മൈൽ സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഓവർകം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ലൈഫിന്റെ ഒരു ഡിഫിക്കൽട്ട് ഫേസിനെ കുറിച്ചിട്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ് നിങ്ങൾ നെറേറ്റ് ചെയ്യാൻ പോകുന്നത്, സ്റ്റോറി ആക്കാൻ പോകുന്ന ആ ഒരു ഈവന്റ് ഏതാണ് എന്ന് കൃത്യമായി ഒരു ഐഡിയ ഉണ്ടാക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഔട്ട്ലൈൻ യുവർ സ്റ്റോറി. ആ സ്റ്റോറിയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളൊരു സ്കെച്ച് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഔട്ട്ലൈൻ. ആ ഒരു മെയിൻ പോയിന്റ്സ് എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ആ പോയിന്റ്സുകളെല്ലാം നോട്ട് ചെയ്തതിന് ശേഷം അതിന് എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന രീതിയിലേക്ക് അത് മാറ്റിയെടുക്കണം. ഓക്കെ, സോ ആദ്യം ചെയ്യേണ്ട എന്താണ്, ഔട്ട്ലൈൻ ചെയ്യുക. ഇപ്പോ നിങ്ങൾ എവിടെയെങ്കിലും ഒരു യാത്ര പോയതാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ആ ഒരു യാത്ര പോകണം എന്നുള്ള ഒരു പ്ലാനിലേക്ക് എങ്ങനെ എത്തി. പിന്നെ അതിന്റെ ബോഡി എന്ന് പറയുന്നത് നിങ്ങൾ യാത്ര പോയതായിരിക്കാം, നിങ്ങൾ ഫ്ലൈറ്റിലായിരുന്നു അല്ലെ ട്രെയിനിലായിരുന്നു, ഇന്ന സ്ഥലങ്ങൾ കണ്ടു, ആ സ്ഥലങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് എന്താണ് എന്നിങ്ങനെയുള്ളത് നിങ്ങൾക്ക് അതിന്റെ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യുകയും അതിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ നേടിയെടുത്തത് എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നഷ്ടമായത് എന്താണ് എന്നുള്ള ഒരു കൺക്ലൂഷൻ കൂടെ കൊണ്ടുവരിക. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറിയിൽ എന്താണ് നമ്മൾ നമ്മുടെ ആ ഒരു റിയൽ ലൈഫ് പോയിന്റ്സ് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ഫീലിങ്സ് കൂടെ എക്സ്പ്രസ്ഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് പ്രത്യേകം നിങ്ങളുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് കാരണമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റെപ്പ് 1 നമ്മൾ പ്ലാൻ ചെയ്തു, ഒരു ഔട്ട്ലൈൻ, ഒരു റഫ് സ്കെച്ച് ഉണ്ടാക്കി. മൂവിങ് ടു സ്റ്റെപ്പ് 2, ഇറ്റ് ഈസ് റൈറ്റിംഗ് യുവർ നെറേറ്റീവ്. ഓക്കെ, നമ്മളുടെ റഫ് പോയിന്റ്സിൽ നിന്ന് ഇനി ഇതിനെ ഒരു കഥാരൂപത്തിലേക്ക്, ഒരു കൃത്യമായിട്ടുള്ള ഒരു കഥാരൂപത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുക. സോ അതിനാദ്യം വേണ്ടത് ഇൻട്രൊഡക്ഷൻ ആണ്. അതായത് നമ്മൾ നേരെ ഒരു യാത്ര പോയത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ദിവസം എണീറ്റ് കാശ്മീർ പോയി എന്ന് പറഞ്ഞ് തുടങ്ങാതെ എന്താണ് എൻ്റെ 5ാം ക്ലാസ് മുതലുള്ള ആഗ്രഹമായിരുന്നു മഞ്ഞ് കാണണമെന്ന്. അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സെറ്റിംഗ് വെച്ചിട്ട് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, പിന്നീട് ബോഡിയിലേക്ക് കടക്കുക. ആ ബോഡിയിലായിരിക്കും കൃത്യമായിട്ട് ആ സംഭവിച്ച ഈവന്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ലൈഫ് സ്റ്റോറി ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, മാക്സിമം ഡിസ്ക്രിപ്റ്റീവ് ആക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഫോർമൽ റൈറ്റിംഗ് ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാം പറഞ്ഞിരുന്നത് എവിടെയായിരുന്നു, എന്തായിരുന്നു, വളരെ ക്ലിയർ, പ്രിസൈസ് ആൻഡ് കോൺസൈസ് ആയിട്ട് മാത്രം എഴുതാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നിങ്ങളുടെ ഫീലിങ്സും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ഡിസ്ക്രിപ്റ്റീവ്, ഇപ്പോൾ സ്നോ കണ്ട ഒരാളുടെ ഉള്ളിലെ ഫീലിംഗ് എന്താണ്, അല്ലെങ്കിൽ സ്നോ ഡിസ്ക്രൈബ് ചെയ്യാൻ ഇറ്റ് വാസ് മിൽക്കി വൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഡിസ്ക്രിപ്ഷൻസും ഇഡിയംസും മറ്റ് ഫ്രേസസും എല്ലാം യൂസ് ചെയ്യാം. ഓക്കെ, പക്ഷെ അപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, റിപ്പീറ്റേഷൻസ് ഒഴിവാക്കുക. പറഞ്ഞ ഒരേ കാര്യം തന്നെ വ്യത്യസ്ത സെന്റൻസുകളായി പറയേണ്ടതില്ല. ദെൻ മൂവിങ് ഓൺ ടു കൺക്ലൂഷൻ. കൺക്ലൂഷന് നിങ്ങൾ ആ ഒരു യാത്രയിൽ നിന്ന് നിങ്ങൾ നേടിയത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ യാത്ര അല്ല മറ്റെന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഇൻസിഡന്റിൽ നിന്ന് നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടായ ഒരു റിഫ്ലക്ഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നേടിയ ഒരു ലെസൺ എന്താണ്. ഓക്കെ, കുറച്ചും കൂടി ഒരു ഫീലിംഗ് ഇമോഷൻ ഓറിയന്റഡ് ആയിട്ടായിരിക്കണം കൺക്ലൂഷൻ വരേണ്ടത്. ഓക്കെ, ആഫ്റ്റർ റൈറ്റിംഗ് യുവർ ഇൻട്രൊഡക്ഷൻ, ബോഡി ആൻഡ് കൺക്ലൂഷൻ, മൂവ് ടു റിവ്യൂ. റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുക. നമ്മൾ എഡിറ്റിങ്ങിന്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ട് 2 രീതിയിൽ എഡിറ്റ് ചെയ്യണം. ഫസ്റ്റ് എഡിറ്റിംഗ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് സെന്റൻസസ് കറക്റ്റ് ആണോ, പാരഗ്രാഫ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന കറക്റ്റ് ആണോ, ഏതെങ്കിലും സെന്റൻസുകൾ പാരഗ്രാഫുകളിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ടോ റിമൂവ് ചെയ്യേണ്ടതുണ്ടോ, ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് റിവ്യൂ ആൻഡ് എഡിറ്റിംഗ്. മൂവിങ് ഓൺ ടു സെക്കൻഡ് വൺ, എന്തായിരിക്കണം നമ്മുടെ സ്പെല്ലിംഗ് എറേഴ്സ്, വൊക്കാബുലറി, ഇതിനേക്കാൾ നല്ല വേർഡ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ പങ്ക്ച്വേഷൻ, അത്തരത്തിലുള്ള മൈന്യൂട്ട് കാര്യങ്ങളായിരിക്കണം. ഓക്കെ, സോ റിവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യുവർ നെറേറ്റീവ് ഇസ് ക്ലിയർ, dramatically correct, very important, grammar mistakes ഉണ്ടോ എന്ന് നോക്കുക, and aligns with the storytelling techniques discussed. Okay, storytelling techniques എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷയൊന്നുമില്ല, നിങ്ങളുടെ ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്റ്റൈൽ ഉണ്ടാവും സ്റ്റോറി ടെല്ലിങ്.
നിങ്ങൾക്ക് വെറുതെ ഗൂഗിൾ ചെയ്യുകയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സ്റ്റോറി ടെല്ലേഴ്സിന്റെ ഒക്കെ നോക്കാം കേട്ടോ. അതും നോട്ട് നെസസറി, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിൽ തന്നെ പ്രസന്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു റെഫറൻസ് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ചിലർ എന്താണ് വളരെ സോഫ്റ്റ് ആൻഡ് കാം ആയിട്ടായിരിക്കും പറയുക. അത് നമ്മൾ പറയുന്ന സ്റ്റോറി കൂടി അനുസരിച്ചിരിക്കും. ഏതെങ്കിലുമൊക്കെ ചാലഞ്ച് ഓവർകം ചെയ്ത ഒരു സ്റ്റോറി പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടായിരിക്കും പറയുക. അതേസമയം ഒരു യാത്രാ വിവരണമാണ് നമ്മളുടെ കഥ എന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആൻഡ് സൂത്തിങ് ആയിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ റൈറ്റിംഗിന്റെ ടൈമിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആഫ്റ്റർ റൈറ്റിംഗ് യു ഹാവ് ടു move to step 3, that is preparing your video or audio presentation. So ഇവിടെ ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ എന്തെങ്കിലും കാരണത്താൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ. സോ നമ്മളിവിടെ മാക്സിമം പ്രിഫർ ചെയ്യുന്നത് വീഡിയോ പ്രസന്റേഷൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, സോ ഐ എൻകറേജ് ഓൾ ഓഫ് യു ടു ഡു വീഡിയോ പ്രസന്റേഷൻ ഫോർ യുവർ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്. എന്തെങ്കിലും കാരണങ്ങളാൽ മാത്രം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മെന്റേഴ്സിനെ അറിയിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഓഡിയോ പ്രസന്റേഷൻ ഓപ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എഴുതുന്ന ടൈമിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളൊരു കാര്യം എഴുതുന്നതും പറയുമ്പോഴും ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അത് എഴുതുമ്പോഴേ നമ്മൾ ആ രീതിയിൽ എഡിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദാറ്റ് ഈസ് അഡാപ്റ്റ് യുവർ റിട്ടൺ നരേറ്റീവ് ഇൻ ടു എ സ്ക്രിപ്റ്റ് ഫോർ സ്പോക്കൺ പ്രസന്റേഷൻ. അതൊരു കഥാരൂപത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ക്രിപ്റ്റ് ആയിരിക്കണം. വളരെ നാച്ചുറൽ ആയിരിക്കണം. നിങ്ങൾ ഒരുപാട് കടുകട്ടിയുള്ള വൊക്കാബുലറി ഒക്കെ ChatGPT-യും ഡിക്ഷണറിയും ഒക്കെ നോക്കി ആഡ് ചെയ്ത് അതിന് ഭയങ്കരമായി ഫേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. ഓക്കെ, ഓൾസോ ലിസണറിനെ എന്താണ് എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തോട്ട്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഹ്യൂമറോ ഒക്കെ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ദെൻ യു നീഡ് ടു റെക്കോർഡ് യുവർ പ്രസന്റേഷൻ. ആൻഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഫോൺ ഹൊറിസോണ്ടൽ, അതായത് ലാൻഡ്സ്കേപ്പ് ഫോൺ ചിരിച്ചു വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്. അത്യാവശ്യം ലൈറ്റിംഗും ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ എന്താണ് ബഹളങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം ചൂസ് ചെയ്ത് നിങ്ങളത് റെക്കോർഡ് ചെയ്യുക. മേക്ക് ഷുവർ യു സ്പീക്ക് ക്ലിയർലി. ആൻഡ് പേസ് ഓഫ് ഡെലിവറി വളരെ സ്പീഡ് ആവരുത്, വളരെ സ്ലോ ആവരുത്. എല്ലാവർക്കും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പേസും ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് ബിഫോർ റെക്കോർഡിംഗ് യു ക്യാൻ പ്രാക്ടീസ്. ഏറ്റവും നല്ല രീതി മിറർ റിഹേഴ്സൽ ആണ്. കാരണം നിങ്ങൾ ഫോണിൽ നോക്കിയാണ് പറയാൻ പോകുന്നത്, വിച്ച് ഇസ് ഗോയിങ് ടു ബി സിമിലർ ടു എ മിറർ റിഹേഴ്സൽ. ഓക്കെ, പിന്നെ നിങ്ങൾ ആദ്യം ഒരെണ്ണം റെക്കോർഡ് ചെയ്തു, നിങ്ങൾക്ക് ഇനിയും മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ ഒരു ഇംപ്രൂവ്മെന്റിന് സ്പേസ് ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 or 3 തവണ റെക്കോർഡ് ചെയ്തിട്ട് ബെസ്റ്റ് ഓഫ് ഇറ്റ് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിത് ലൈവായിട്ട് കണ്ടക്ട് ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾക്കിവിടെ 2-3 പ്രാവശ്യം റെക്കോർഡ് ചെയ്യാനും അതിൽ നിന്ന് ബെസ്റ്റ് ചൂസ് ചെയ്ത് അയക്കാനുള്ള ഒരു സ്പേസ് കിട്ടുന്നുണ്ട് അപ്പോൾ. ഓക്കെ, ആൻഡ് ദ ഫൈനൽ സ്റ്റെപ്പ് ഇസ് സബ്മിഷൻ. സബ്മിഷൻ ഐ തിങ്ക് ബൈ January 20 ആണ് നമ്മൾക്ക്, January 30. ഓക്കെ, January 30 ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ദാറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു യു ബൈ യുവർ മെന്റർ. നിങ്ങൾക്കൊരു ഗൂഗിൾ ഫോം കിട്ടും. ആ ഗൂഗിൾ ഫോമിലേക്ക് നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യേണ്ടത്. സോ സബ്മിഷൻ അങ്ങനെയാണ്. അപ്പൊ എല്ലാവരും January 30 വരെ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതില്ല. ഓക്കെ, ഡു ഇറ്റ് ബിഫോർ ഹാൻഡ്. ഓക്കെ, ദെൻ എങ്ങനെയായിരിക്കും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? അതായത് നിങ്ങൾക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബെസ്റ്റ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിന് അവാർഡൊക്കെ ഉണ്ടാവും. സോ എങ്ങനെയായിരിക്കും നമ്മളിത് ജഡ്ജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു മാർക്ക് ഇടുന്ന ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഒന്ന് ഷോർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. സോ റിട്ടൺ നറേറ്റീവില് നമ്മൾ നോക്കുക നിങ്ങളുടെ ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ. ഓക്കെ, അതായത് ബട്ട് ഐ തിങ്ക് ലെറ്റ്സ് നോട്ട് ഡിസ്കസ് ദിസ് ബിക്കോസ് നിങ്ങളുടെ റിട്ടൺ നറേറ്റീവ് സബ്മിറ്റ് ചെയ്യാൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവില്ല. നിങ്ങളുടെ വീഡിയോ പ്രസന്റേഷൻ ആണ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിൽ സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. സോ നോക്കുന്നത് ഡെലിവറി, ദാറ്റ് ഈസ് നമ്മുടെ സ്പീച്ചിന്റെ ക്ലാരിറ്റി, പ്രോപ്പർ പേസിംഗ് ആൻഡ് ഓഡിബിലിറ്റി. ഓക്കെ, വീഡിയോ പ്രസന്റേഷനിൽ നിങ്ങളുടെ വോയിസ് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അതുകൊണ്ട് ഫോൺ ഒരുപാട് ദൂരെ വെച്ചിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ ജസ്റ്റ് ഒരു ട്രയൽ ഒന്ന് പോയി നോക്കിയതിന് ശേഷം മാത്രം ആക്ച്വൽ പ്രസന്റേഷൻ റെക്കോർഡ് ചെയ്യുക കേട്ടോ. ഓക്കെ,
ദെൻ സെക്കൻഡ് വൺ പ്രസന്റേഷൻ സ്കിൽ. ഇതൊരു വീഡിയോ പ്രസന്റേഷൻ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്താണ് ഒരു ബോഡി ലാംഗ്വേജ് കൂടെയൊക്കെ ഒന്ന് മൈൻഡിൽ കീപ്പപ്പ് ചെയ്യുക. പ്രസന്റേഷൻ സ്കിൽസിൽ എന്താണ് നമ്മളുടെ ഹ്യൂമർ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റ് ഫ്രേസസ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ആ ഒരു വേ ഓഫ് ടെല്ലിംഗ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ പ്രസന്റേഷൻ സ്കിൽസ് വിൽ ബി ഗിവൻ വെയിറ്റേജ്. പിന്നെ കോണ്ടന്റ് ആക്യുറസി. നമ്മളിവിടെ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനോട് നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്നുള്ളതായിരിക്കുള്ളൂ ഈ ഒരു കോണ്ടന്റ് ആക്യുറസിയിൽ നോക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ആ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു കഥയാക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഇതൊരു നെറേറ്റീവ് ആക്കുകയും അത് പ്രസന്റ് ചെയ്യുന്നതിലും നിങ്ങൾ എത്രമാത്രം സിൻസിയർ ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ നോക്കുന്നത്. ആൻഡ് ഫൈനലി നമ്മുടെ ടോപ്പിക് എന്തായിരുന്നു? വാസ് ടു ടെൽ യോർ സ്റ്റോറി. അപ്പൊ നിങ്ങളുടെ യോർ സ്റ്റോറി എന്ന ആ ഒരു ടോപ്പിക്കുമായി ഇത് എത്രമാത്രം യോജിച്ച് നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ നോക്കുക, നമ്മളുടെ അസസ്മെന്റിൽ നോക്കുക. നിങ്ങളുടെ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് വിലയിരുത്തുക ഈ അടിസ്ഥാനങ്ങളിലായിരിക്കും. ഓക്കെ, ഈ 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഓക്കെ, സോ പ്രസന്റേഷൻ നന്നാവണമെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ആദ്യം എഴുതുന്ന സ്ക്രിപ്റ്റ് നന്നാവണം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. യെസ്, ഓഫ് കോഴ്സ് ഇത് ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ പ്രസന്റ് ചെയ്യേണ്ടത്. നമ്മുടെ ഇംഗ്ലീഷ് ലേണിംഗ് ജേർണി അല്ലേ EEP. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പ്രോജക്റ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇംഗ്ലീഷിൽ തന്നെയാണ്. എനി അതർ ഡൗട്ട്സ് റിഗാർഡിംഗ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ജ്ഞാനേശ്വരി സ്റ്റാർട്ടിങ് വിട്ടുപോയോ? നമ്മൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു ഗൈഡ് ലൈൻസ് തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യായിരുന്നു കേട്ടോ ചെയ്തത്. ഓക്കെ, ഈ സെഷൻ കഴിഞ്ഞ് ഇതിന്റെ റെക്കോർഡിംഗ് കേട്ടാൽ മതി, അല്ലെങ്കിൽ വലുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, സോ സ്റ്റാർട്ടിങ് വിട്ടു പോയവരെല്ലാം അതൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസ് തന്നെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങൾ കേട്ടിടം വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്രയും നേരം പറഞ്ഞത് വെച്ചിട്ട് സ്റ്റാർട്ടിങ് മിസ്സായിട്ടുള്ള എല്ലാവരോടുമാണ് പറയുന്നത്, നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഗൈഡ് ലൈൻസ് തന്നെയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പുതുതായിട്ടൊന്നും ആഡ് ഓൺ ചെയ്തിട്ടില്ല. സോ ആഫ്റ്റർ ദ സെഷൻ റെക്കോർഡ് സെഷൻ നിങ്ങൾക്ക് ഇന്നോ നാളെയോ തന്നെയായിട്ട് അവൈലബിൾ ആവും. സോ അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വീഡിയോ ടൈമിംഗ് അറൌണ്ട് ബിറ്റ്വീൻ 4 to 6 minutes. ഓക്കെ, വളരെ ഷോർട്ട് ആക്കിയെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടില്ല. കാരണം ഓരോരുത്തരുടെയും കഥ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ് ആ ഒരു വീഡിയോയുടെ ടൈമിംഗ്. ഒരു ആവറേജ് ഷുഡ് ബി 4 to 6 minutes. ഇനി നിങ്ങളുടെ ആരുടെയെങ്കിലും സ്റ്റോറിയൊക്കെ കുറച്ച് എക്സീഡഡ് ആയി പോയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, പക്ഷെ ഒരു 2 minute 3 minute ആരും കൺക്ലൂഡ് ചെയ്യരുത്. കാരണം അപ്പൊ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. വളരെ ഷോർട്ട് ടൈമിൽ നമ്മളത് പ്രസന്റ് ചെയ്യുമ്പോൾ അസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഓക്കെ, സോ എനിത്തിങ് എൽസ്? പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ഇതുവരെയുള്ള സെഷൻസ് മുഴുവനായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ടോ, ലൈവ് സെഷൻസ് മുഴുവനായി കേട്ടിട്ടില്ല എന്ന് കരുതിയിട്ടോ ഇത് നിങ്ങൾ ആരും ഈ പ്രോജക്റ്റ് ചെയ്യാതെ ഇരിക്കരുത് കേട്ടോ. ഇത് എന്താണ് ബേസിക് ഇംഗ്ലീഷ് അറിയുന്ന ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രൊഫിഷ്യൻസി അനുസരിച്ച് എന്ത് വരും, നിങ്ങളുടെ പ്രസന്റേഷനിൽ ഡിഫറൻസ് വരും. ഓക്കെ, സ്ക്രിപ്റ്റ് നോക്കി സ്റ്റോറി ടെൽ ചെയ്താൽ മതിയോ? സ്ക്രിപ്റ്റ് നോക്കി നമ്മൾ സ്റ്റോറി ടെൽ ചെയ്യുന്ന ടൈമിൽ അതിന്റെ ആ ഒരു എന്താ പറയാ, ഒരു ഭയങ്കര നാച്ചുറൽ ഫീല് നമുക്ക് കിട്ടില്ല. നമുക്ക് ആ ഒരു നോക്കി വായിക്കുന്ന പോലെയായി പോവും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ട്രൈ ചെയ്യുക. നിങ്ങൾ എഴുതി അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആ സ്ക്രിപ്റ്റ് നോക്കി വായിക്കാതെ അല്ലാതെ അശ്വതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇനി അങ്ങനെ ട്രൈ ചെയ്തിട്ട് ഒട്ടും പറ്റുന്നില്ല ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് നോക്കി വായിച്ചോളൂ. ഓക്കെ, ഓക്കെ, വി ഹാവ് എ ന്യൂ കമർ ഹിയർ. ഇവിടെ വിജയൻ അല്ലാതെ വേറെ ഏതെങ്കിലും ന്യൂ കമേഴ്സ് ഉണ്ടോ? ആദ്യമായിട്ട് ഈ സെഷനിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ? യെസ്, സോ ഓൾ ദ ന്യൂബീസ് ഹിയർ, വെൽക്കം ടു EEP. പക്ഷെ അതോടൊപ്പം എന്താ, ഇതൊരു വൈൻഡിങ് അപ്പ് സെഷനാണ് ആക്ച്വലി. EEP അഥവാ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. ഓക്കെ, സോ മെനി, മോർ ദാൻ ഐ എക്സ്പെക്ടഡ്. ഓക്കെ, സോ നിങ്ങളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ പഠിക്കുന്ന കോഴ്സിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കോംപ്ലിമെന്ററി കോഴ്സാണ് ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ,
സോ ഇതൊരു 150-day പ്രോഗ്രാം ആയിരുന്നു. ഇതിന്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് വാട്സപ്പ് ത്രൂ നിങ്ങളുടെ മെന്റർ ഡെയിലി ടാസ്കുകൾ അയച്ചു തരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആപ്പിൽ അത് അവൈലബിളും ആണ് കേട്ടോ. അപ്പൊ ഈ 150 ഡേയ്സ് കഴിയുന്ന ടൈമിൽ നമ്മൾ എന്താണ് ഇത്തരത്തിൽ പ്രൊജക്റ്റുകളും അസസ്മെന്റും എല്ലാം നടത്തി സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുകയും അപ്പൊ അതിൽ നിന്ന് നമ്മൾ ബിഗിനർ ലെവലിലാണോ ഇന്റർമീഡിയറ്റ് ആണോ അഡ്വാൻസ്ഡ് ആണോ എന്നൊരു കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ അസസ്മെന്റിന് ശേഷം സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി. ഡെയിലി ടാസ്കുകളും വീക്ക്ലി ലൈവ് സെഷനും. ഓക്കെ, സോ ന്യൂ കമേഴ്സിന് ഇന്നത്തെ ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് അങ്ങനെ കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ വെരി വെൽക്കം ടു ഡു ഇറ്റ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് സെഷൻ. നമ്മളൊരു 1 or 2-3 months യു ക്യാൻ ആസ്ക് യുവർ മെന്റർ എപ്പോഴായിരിക്കും അടുത്ത EEP സെഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററിന്റെ അടുത്ത് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ EEP ടാസ്കുകളും ക്ലാസ്സുകളും എല്ലാം തന്നെ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആപ്പ് ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, വിക്ടർ പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റർ. ഐ എം നോട്ട് വെരി അവെയർ ഓഫ് ഇറ്റ്. ഓക്കെ, എപ്പോഴായിരിക്കും അടുത്ത് തുടങ്ങുന്നതെന്നുള്ളത് ഇന്ന് ഫസ്റ്റ് ഡേ അല്ല, ആക്ച്വലി ഇന്ന് നമ്മൾ ടുവേഴ്സ് ആർ ലാസ്റ്റ് ഡേ ആണ്. നമ്മുടെ 150 ഡേയ്സ് കഴിഞ്ഞു. ഒരു റാപ്പിംഗ് അപ്പിന് മുമ്പ് റാപ്പ് അപ്പ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് പറയാനുള്ള ഒരു ബ്രീഫിംഗ് സെഷൻ ആണ്. നമ്മുടെ 150 ഡേയ്സ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ഇത് ഇനിയും റീസ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യണം എന്നില്ല. കഴിഞ്ഞു പോയ ടാസ്കുകളും ക്ലാസ്സുകളും എല്ലാം നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പിൽ എവിടെയാണെന്ന് നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്തുനിന്ന് ചോദിച്ചാൽ അവർ ഗൈഡ് ചെയ്ത് തരും കേട്ടോ. ഇസ് ഇറ്റ് കമ്പൽസറി നൗ ടു സബ്മിറ്റ്? കമ്പൽസറി അല്ല, പക്ഷെ നിങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, യാ, നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മളുടെ EEP ഡയറിനെ കുറിച്ചാണ്. ഇവിടെ EEP ഡയറി കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ EEPയുടെ ബിഗിനിങ്ങിൽ പറഞ്ഞിരുന്നു എല്ലാവരുടെ അടുത്തും നിങ്ങൾ വീക്ക്ലിയോ ഡെയിലിയോ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു EEP ഡയറി കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ അത്തരത്തിൽ EEP ഡയറി കീപ്പ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? എനിവൺ? നെക്സ്റ്റ് സെഷൻ എപ്പോഴാണ്? നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ വൈൻഡിങ് അപ്പ് സെഷൻ മേ ബി നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ബൈ February 1st week ഉണ്ടാവും. അതല്ല, EEPയുടെ പുതിയ സെഷൻ എപ്പോഴായിരിക്കും എന്നത് ഡേറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു യു. ഓക്കെ, അതിപ്പോഴേ ഡിസൈഡഡ് അല്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് അറിയിക്കും. ഓക്കെ, ചെയ്ത ആക്ടിവിറ്റീസ് അത്രയും വരെ EEP ഡയറി എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിൽ നിന്ന് അമീന, ഇസ് ദർ എനിവൺ എൽസ് EEP ഡയറി ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഫൈൻ. ഇതുവരെ ചെയ്യാത്തവരോട് നമുക്ക് ആക്ച്വലി ഇതിന്റെ ഫൈനൽ സബ്മിഷന്റെ EEP ഡയറിയുടെ വരുന്നത് January 30, 2025 തന്നെയാണ്. സോ നമുക്ക് അതിനൊരു അറൌണ്ട് 2 weeks ഉണ്ട്. സോ ഈ 2 weeks നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു EEP ഡയറി, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമായെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു 2 weeks EEP ഡയറി സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ EEP ഡയറിയിൽ നിങ്ങൾ പക്ഷെ EEP ഡയറി വെറുതെ എഴുതരുത്. നിങ്ങൾ ഈ 2 week ഒരു ലേണിംഗ് നടത്തണം. ഡെയിലി ബേസിസ് നിങ്ങൾ ലേൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഡയറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ EEP ഡയറി നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവുക നിങ്ങളത് വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഓരോ പേജ് ബൈ പേജ് മറിക്കുന്നത് വീഡിയോ എടുത്തുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 15 പേജ് എങ്കിലും അതിലുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇന്ന് തൊട്ട് January 30 വരെ എന്ന് പറയുമ്പോൾ 15 ഡേയ്സിൽ താഴെയാണ്. പക്ഷെ നിങ്ങളൊന്ന് മാനേജ് ചെയ്ത് അതാണ് ഈ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ നിങ്ങൾ അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ. സോ EEP ഡയറി എങ്ങനെയാണ് അതിന്റെ ഒരു ഫോർമാറ്റ് എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് എന്താണ്? ഡേറ്റ് എഴുതണം. ഓക്കെ, സോ അത് നമ്മൾ പറഞ്ഞത് ഒരു 150-day പ്രോഗ്രാം ആയിരുന്നു എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അത് ഏത് ഡേ ആയിരുന്നു, ഏത് വീക്ക് ആയിരുന്നു, അന്നത്തെ ടോപ്പിക് എന്തായിരുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്യാം. പക്ഷെ ഇപ്പൊ ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഡേയും വീക്കും സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ ഡേറ്റും ടോപ്പിക്കും മാത്രം കീപ്പ് ചെയ്തോളൂ. ഇപ്പൊ ഇനി വരുന്ന ആ ഒരു 2 weeks നിങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ ആപ്പിൽ മിസ് ഔട്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്ലാസ്സുകളും ടാസ്കുകളും ഒന്ന് ഗോ ത്രൂ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ക്ലാസ് ഒന്ന് ഗോ ത്രൂ ചെയ്യുകയും ആ ടോപ്പിക് നിങ്ങൾക്ക് അന്നത്തെ EEP ഡയറിയിൽ എഴുതാം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താണ് അന്നത്തെ ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് കൊടുക്കുക. അത് നിങ്ങളുടെ ഡെയിലി ടാസ്കിന്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം മുകളിൽ തന്നെ ഒബ്ജക്റ്റീവ് എന്ന് കൊടുക്കാറില്ലേ?
അത് നേരെ ഒന്ന് കോപ്പി പേസ്റ്റ് എഴുതിയാൽ മതി. ടുഡേ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി ഈ ടുഡേസ് ഒബ്ജക്റ്റീവ് എന്നതിലേക്ക്. പിന്നെ കീ കോൺസെപ്റ്റ്സ് ലേൺ, ആ ഒരു ഡെയിലി ടാസ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫുൾ എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ ബേസിക്സ് സെന്റൻസ് സ്ട്രക്ചറിങ് പഠിച്ചു. സോ സെന്റൻസ് വേർബ് ഒബ്ജക്ട് എന്നിങ്ങനെ സബ്ജക്ട് വേർബ് ഒബ്ജക്ട്. ഇപ്പോ നിങ്ങൾ ടെൻസസ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ. സോ ഓരോ ഡെയിലി ടാസ്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അന്ന് കവർ ചെയ്ത പോർഷൻ എന്താണ് എന്നുള്ളത് ഇങ്ങനെ പോയിന്റ് വൈസിൽ എഴുതുക. അതിനുശേഷം ആക്ടിവിറ്റീസ് കംപ്ലീറ്റഡ്. ഡെയിലി നമ്മൾക്ക് അറൌണ്ട് ഒരു 3 to 4 ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട്. അതിൽ എത്ര എണ്ണം കംപ്ലീറ്റ് ചെയ്തു, ചെയ്തെങ്കിൽ അത് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതുക. അതിനുശേഷം ചാലഞ്ചസ് ഫേസ്ഡ്. ഈ ആക്ടിവിറ്റി ചെയ്തപ്പോ അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ പഠിച്ചപ്പോ നിങ്ങൾക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ അധികം ടൈം എടുത്ത ബുദ്ധിമുട്ടിയ ടോപ്പിക് എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് എഴുതുക. And then coming to new vocabulary, നമ്മൾക്ക് ഡെയിലി വേർഡ് ഓഫ് ദ ഡേ ആൻഡ് ഇഡിയം ഓഫ് ദ ഡേ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് ഈ ന്യൂ വൊക്കാബുലറി ഉള്ളത്. ഇനിയിപ്പോ നിങ്ങൾ നമ്മളുടെ വേർഡ് ഓഫ് ദ ഡേ അല്ല എന്നുണ്ടെങ്കിൽ പോലും ഡെയിലി ലേണിംഗിൽ എവിടെയെങ്കിലും പുതിയ വേർഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ആൻഡ് ദെൻ സെൽഫ് ഇവാലുവേഷൻ. അന്നത്തെ ആ ഒരു ലേണിംഗിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ലേണിംഗിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സക്സസ്ഫുള്ളി എല്ലാം ചെയ്യാൻ സാധിച്ചോ, അല്ലെങ്കിൽ ഇനിയും ഒരു കൂടുതൽ ടൈം ഈ ഒരു ടോപ്പിക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ആരുടെ അടുത്തുനിന്നെങ്കിലും കൂടുതൽ ഹെൽപ്പ് എടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ പോയിന്റ്സ് എഴുതുക. റിഫ്ലക്ഷൻ, സെൽഫ് ഇവാലുവേഷന്റെ ബേസിസിലായിരിക്കണം റിഫ്ലക്ഷൻ. റിഫ്ലക്ഷനിൽ എന്തായിരിക്കണം, നിങ്ങളുടെ ഫീലിങ്സും കൂടെ എക്സ്പ്രസ്ഡ് ആയിരിക്കണം. ഇപ്പൊ ഇവിടെ ഫെൽറ്റ് കോൺഫിഡന്റ് എന്നുണ്ട്. സോ നിങ്ങൾക്ക് ഫെൽറ്റ് ഹാപ്പി, അല്ലെങ്കിൽ ഐ ഫെൽറ്റ് എ ലിറ്റിൽ ഡിസപ്പോയിന്റ്മെന്റ് ബിക്കോസ് ഈവൻ ആഫ്റ്റർ പ്രാക്ടീസിങ് ഐ കുഡന്റ് മേക്ക് സെന്റൻസസ് കറക്റ്റ്ലി എന്നിങ്ങനെ നിങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ അവിടെ നോട്ട് ചെയ്യുക. പിന്നെ ഫൈനലി ഗോൾസ് ഫോർ ടുമോറോ, അതായത് നാളെ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ മെൻഷൻ ചെയ്യുക. ഇതാണ് EEP ഡയറിയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഞാനിപ്പോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിന്റെയും EEP ഡയറിയുടെ ഒക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ച ഫയൽസ് നിങ്ങൾക്ക് റിസീവ്ഡ് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്നാൽ ഇത് ലഭിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റർ. ഓക്കെ, അവരത് അയച്ചു തരും കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് ഇത് ചെയ്തിട്ടുള്ളവര് ഇനി ഇന്ന് തൊട്ട് നമ്മളുടെ Jan 30 ആണ് നിങ്ങളുടെ സബ്മിഷൻ ഡേറ്റ് വരുന്നത്. അപ്പൊ ഒരു Jan 29 വരെ കൂടെ ഇത് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം കേട്ടോ. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അയക്കാം. യെസ് അമീന, പേജ് കൂടുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, കുറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഇവിടെ ഇതുവരെ EEP ഡയറി സ്റ്റാർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മിനിമം 15 പേജ് വേണം എന്ന് പറഞ്ഞത്. പേജ് അധികം ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, I done EEP diary just like this for first few days. Okay, Afia? So, ബാക്കി ഒന്ന് ഇന്ന് തൊട്ട് 29th വരെ കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അതൊന്ന് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഓക്കെ ഫൈൻ. സോ EEP ഡയറിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആര്യാനന്ദ വിൽ ബി ബിഗിനിങ് നെക്സ്റ്റ് EEP സെഷൻ. പക്ഷെ അത് എന്നാണെന്നുള്ള ഡേറ്റിൽ ഐ എം നോട്ട് വെരി വെൽ അവെയർ. സോ യു ക്യാൻ കണക്ട് വിത്ത് യുവർ മെന്റർ ആൻഡ് ആസ്ക് ഫോർ ഇറ്റ്. ഓക്കെ, പുതിയ സെഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ തന്നെ നമ്മളുടെ ഡെയിലി ടാസ്കുകളും കഴിഞ്ഞു പോയിട്ടുള്ള ലൈവ് സെഷൻസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. മെന്റർ ഇല്ലാത്തവർ മാമിനെ കണക്ട് ചെയ്താൽ മതിയോ? പ്രജീന, എന്നെ ഡയറക്റ്റ് കണക്ട് ചെയ്യല് അത്ര പോസിബിൾ ആവില്ലായിരിക്കും. കാരണം ഇന്നിപ്പോ ഈ ലൈവ് സെഷനിൽ ഇവിടെ 84 ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഇൻ ടോട്ടൽ നമുക്ക് ലേൺ വൈസിൽ പഠിക്കുന്ന thousands ഓഫ് സ്റ്റുഡൻസ് അല്ലേ. അപ്പൊ ഇത്രയും ആൾക്കാർ എന്നെ കണക്ട് ചെയ്യുന്ന ടൈമിൽ അത്രയും ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കൽ അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ലല്ലോ. സോ പ്രജീനയ്ക്ക് ലിങ്ക് എവിടെ നിന്നായിരുന്നു കിട്ടിയത്? ലിങ്ക് ആര് വഴിയായിരുന്നു കിട്ടിയത്? ഹൗ ഡിഡ് യു ഗെറ്റ് ദ ലിങ്ക്? ഓക്കെ, സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാമിനെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. Can we use ordinary college book? Yes, yes, yes. EEP ഡയറിക്ക് നിങ്ങൾ അതിനു വേണ്ടി ഒരു ഡയറി മേടിക്കണം എന്നില്ല കേട്ടോ. നമ്മൾ ഇതിനിങ്ങനെ പേരിട്ടേക്കുന്നേ ഉള്ളൂ. നിങ്ങൾ സാധാ നോട്ട്ബുക്കിൽ തന്നെ ചെയ്താൽ മതി. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ക്രിയേറ്റീവ് ആക്കുകയും കളർ പെൻസ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിയും താല്പര്യം പോലെയൊക്കെ നിങ്ങൾക്ക് അത് ചെയ്യാം കേട്ടോ.
ഡയറി അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും കേട്ടോ. ഒരു ഗൂഗിൾ ഫോം ലഭിക്കും, അതിലായിരിക്കും നിങ്ങൾ ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. EEP ഡയറി സബ്മിറ്റ് ചെയ്യാനും അതുപോലെ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഡിഫറെന്റ് ലിങ്ക്സ് അവൈലബിൾ ആവും. ഓക്കെ, ആ ലിങ്കിലാണ് അത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എനി ഡൗട്ട്സ് റിഗാർഡിംഗ് ഇറ്റ്? അല്ല, ഇറ്റ് വിൽ ബി ബൈ ടേക്കിംഗ് എ വീഡിയോ. ജസ്റ്റ് നിങ്ങൾ ആ പേജസ് മറിച്ച് കുറച്ച് ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആയിട്ടാണ് എടുത്ത് അയക്കേണ്ടത് കേട്ടോ. കാരണം കുറച്ച് പേരൊക്കെ ഇവിടെ ഒരുപാട് പേജസ് എഴുതിയവരുണ്ട്. സോ ഇത് ഓരോന്നും ക്ലിക്ക് ചെയ്ത് PDF ആക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ EEP ഡയറിയും വീഡിയോ ഫോമാറ്റിൽ തന്നെയാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അതാവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ്. ജസ്റ്റ് അത് മറിച്ച് വീഡിയോ എടുത്ത് അയച്ചാൽ മതി. ഓ യെസ് നഷ്വ, യു ക്യാൻ. പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. EEP ഡയറി സ്ട്രക്ചറിൽ തന്നെ ചെയ്യണം ഉണ്ടോ? നമ്മൾ എഴുതി വെച്ച നോട്ട്സ് അപ്ലോഡ് ആക്കിയാൽ മതിയോ? ദേവപ്രിയ, ആക്ച്വലി ഇവിടെ നമ്മൾ നോട്ട്സ് അല്ല ചോദിക്കുന്നത്. നമ്മൾ ആ ഒരു ഡയറി ഫോമാറ്റ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ EEP ഡയറി എന്ന് വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ സെൽഫ് എവാലുവേഷൻ, നിങ്ങളുടെ റിഫ്ലക്ഷൻ, അതൊന്നും നിങ്ങൾ എഴുതിയ നോട്ട്സിൽ അവൈലബിൾ ആയിരിക്കില്ലല്ലോ. നമുക്ക് ആക്ച്വലി അപ്പൊ നോട്ട്സ് അല്ല വേണ്ടത്. സോ ബേസിക്കലി നമ്മളിവിടെ അസസ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനു വേണ്ടി എത്ര എഫേർട്ട് എടുത്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു ഡയറി ഫോമാറ്റിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അതാണ് ഇപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ബെസ്റ്റ് EEP ഡയറി എന്നുള്ള ഒരു ടൈറ്റിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നവരോട് ഉണ്ടെങ്കിൽ ഇന്ന് തൊട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഫ് യു സ്റ്റാർട്ട് ടുഡേ 29th വരെ ആവുമ്പോഴേക്കും ഒരു 13-14 പേജസ് നിങ്ങൾക്കാവും. ഓക്കെ, യു ക്യാൻ സ്റ്റിൽ ഗിവ് എ ട്രൈ. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മളുടെ മെയിൻ വരുന്ന രണ്ട് കാര്യങ്ങൾ. നെക്സ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഫൈനൽ അസസ്മെന്റ് ആൻഡ് ദെൻ സർട്ടിഫിക്കേഷൻ. നിങ്ങൾ എത്ര പേര് ആദ്യത്തെ അസസ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർമ്മയില്ല. ആദ്യം നിങ്ങളുടെ ഒരു ലെവൽ അസസ്മെന്റ് എന്ന് പറഞ്ഞ് നടത്തിയിരുന്നു. നിങ്ങൾ എല്ലാവരും ഏത് ലെവലിലാണ്, ബേസിക് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, അഡ്വാൻസ്ഡ് ആണോ എന്ന് നമ്മൾ EEP സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നടത്തിയിരുന്നു. അതേപോലെ തന്നെ മുസിന, ഡയറി ഫോം ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് ഫോർമാറ്റ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററിന്റെ അടുത്തൊന്ന് ചോദിച്ചാൽ ദിൽ ഫോർവേഡ് യു. ഓക്കെ, സോ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആയിട്ട് അത് ലഭിക്കും. ഓക്കെ, യെസ്. സോ അതേപോലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത ഒരു അസസ്മെന്റ് പോലെ തന്നെ ഇപ്പൊ നമ്മൾ EEPയിൽ കവർ ചെയ്തിട്ടുള്ള പോർഷൻസ് അടിസ്ഥാനമാക്കി ഒരു ഫൈനൽ അസസ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഫൈനൽ അസസ്മെന്റിൽ എന്തായിരിക്കും? വൊക്കാബുലറി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഗ്രാമർ റിലേറ്റഡ് നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, സ്പീക്കിംഗ്, ലിസണിങ് എന്നിങ്ങനെയുള്ള രീതിയിലുള്ള എല്ലാ നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള ഫോർമൽ റൈറ്റിംഗ് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ ഡേറ്റ് എന്നാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഫൈനൽ അസസ്മെന്റും മുഴുവനായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരും നിങ്ങളത് അറ്റൻഡ് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ലെവൽ ഓഫ് പ്രൊഫിഷ്യൻസി. ഓക്കെ, സോ ആ ഒരു ഫൈനൽ അസസ്മെന്റിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ, അതായത് ഒരു മിനിമം സ്കോർ ഉണ്ടാവും. ആ മിനിമം സ്കോറിന്റെ മുകളിലേക്ക് സ്കോർ ചെയ്യുന്നവരെ നമ്മൾ ബേസിക്, അതിനേക്കാൾ മുകളിലേക്ക് സ്കോർ ചെയ്യുന്നവരെ ഇന്റർമീഡിയറ്റ്, ആൻഡ് ഏറ്റവും ടോപ്പിൽ സ്കോർ ചെയ്യുന്നവരെ അഡ്വാൻസ്ഡ് എന്നിങ്ങനെ ഈ 3 രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദ സർട്ടിഫിക്കറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു ഇൻ യുവർ കരിയർ. ഓക്കെ, കാരണം നമ്മളിപ്പോ ഇതിന് പോകുമ്പോൾ എന്താണ് ഒരു അക്രഡിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഫ്ലുവന്റ് ആണ് എന്ന് പറയുന്നതോടൊപ്പം ഇത്തരത്തിൽ ഓക്കെ അഡ്വാൻസ്ഡ് ലെവൽ ഇംഗ്ലീഷ് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് കാണിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു ക്രെഡിബിലിറ്റി അവിടെ കൂടുകയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു. സോ ഫൈനൽ അസസ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അസസ്മെന്റ് അറ്റൻഡ് ചെയ്ത് ഒരു മിനിമം സ്കോറിന് മുകളിൽ സ്കോർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ആ ഒരു പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആവും. ഓക്കെ, അതാണ് ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ബെസ്റ്റ് ക്യാപ്സ്റ്റോൺ പ്രോജക്ട്സ് വിൽ ബി awarded. അത് നമ്മൾ പറഞ്ഞു. ബെസ്റ്റ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് എത്ര എണ്ണമാണ് എന്നുള്ളത് നമുക്ക് വരുന്ന എൻട്രീസിന്റെ അടിസ്ഥാനത്തിലും, കാരണം നമ്മൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ വെക്കുന്നില്ല. കാരണം നമ്മൾക്ക് വരുന്ന 5 എണ്ണം ബെസ്റ്റ് ആണെങ്കിൽ നമ്മൾ 5നെയും നമ്മൾ
കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടാട്ടോ. പിന്നെ ബെസ്റ്റ് EEP ഡയറീസ്. 3 അവാർഡ്സ് ആണ് ഇവിടെ ഉള്ളത്. ആദ്യം പറഞ്ഞ പ്രൊഫിഷ്യൻസി സർട്ടിഫിക്കറ്റ് മിനിമം മാർക്ക് സ്കോർ ചെയ്യുന്ന എല്ലാവർക്കും. പക്ഷെ എന്താണ്, നിങ്ങളുടെ മാർക്ക് മാറുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ ലെവല് മാറും. പിന്നെ ബെസ്റ്റ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഉണ്ട്, ബെസ്റ്റ് EEP ഡയറി ഉണ്ട്. ഓക്കെ, സോ നിങ്ങളെല്ലാവരും ഇന്ന് തൊട്ട് തന്നെ വർക്ക് ചെയ്യുക. അറൌണ്ട് ഫെബ്രുവരി 1st വീക്ക് ഒക്കെ ആയിട്ടായിരിക്കും നമ്മളുടെ ഈ ഒരു ഫൈനൽ സെഷൻസും ഈ അവാർഡ് അനൗൺസ്മെന്റ്സും ഫൈനൽ അസസ്മെന്റ് എല്ലാം വരുന്നത്. അപ്പൊ ഈ ഒരു 2 weeks നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ സർട്ടിഫിക്കറ്റ്സും അവാർഡ്സും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നേടാൻ പറ്റും. ഓക്കെ, വാട്ട് വിൽ ബി ദ ക്വസ്റ്റ്യൻസ് ഫോർ എക്സാം? അതാണ് നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതിൽ റീഡിങ് കോംപ്രിഹെൻഷൻസ് ഉണ്ടാവാം, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫോർമൽ റൈറ്റിംഗ്, ഫോർമൽ ഇമെയിൽ എന്നിങ്ങനെ രീതിയിലുള്ളതുണ്ടാവാം, റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവാം, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രാമർ സ്ട്രക്ചേഴ്സ് ലൈക്ക് കോംപ്ലെക്സ് സെന്റൻസസ്, കൺജങ്ഷൻസ്, അതെല്ലാം ഉണ്ടാവാം. ഓക്കെ, ഡയറി ഫോം എന്നോട് ഒന്നും കൂടെ ചോദിച്ചിരുന്നു. ഐ വിൽ അഗെയിൻ ഷോ ഇറ്റ് വൺസ് അഗെയിൻ. അതാണ്, നിങ്ങളിപ്പോ നോട്ട് ചെയ്തോളൂ. പിന്നെ ഫോർ മോർ ക്ലാരിറ്റി നിങ്ങൾ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫയൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടും കേട്ടോ. ഇതാ EEP ഡയറി ടെംപ്ലേറ്റിൽ നമ്മളൊരു ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് ഡേറ്റ് എഴുതി സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് അന്ന് നിങ്ങൾ കവർ ചെയ്ത ടോപ്പിക് എന്താണ് എന്നുള്ളത് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ബേസിക് സെന്റൻസ് സ്ട്രക്ചർ. സോ അന്ന് നിങ്ങൾ കവർ ചെയ്യാൻ ഉദ്ദേശിച്ച ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. ആൻഡ് ആ ഒരു ആക്ടിവിറ്റിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു ലെസൺ കവർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കീ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. സോ നമ്മൾക്ക് പെർ ഡേ അറൌണ്ട് ഒരു 3 to 4 ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാവാറ്. അപ്പൊ അതിൽ നിങ്ങൾ എത്ര ആക്ടിവിറ്റി ചെയ്തു, അത് ഏതൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഈ ആക്ടിവിറ്റി ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസൺ പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളതൊന്ന് നോട്ട് ചെയ്യുക. അതാണ് ചാലഞ്ചസ് ഫേസ്ഡ്. നിങ്ങളുടെ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഏരിയ നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ ന്യൂ വൊക്കാബുലറി ഒന്നില്ലെങ്കിൽ നമ്മളുടെ വേർഡ് ഓഫ് ദ ഡേ, ഡെയിലി ഉള്ള വേർഡ് ഓഫ് ദ ഡേ ആവാം, അല്ല നിങ്ങളുടെ മറ്റ് ഡെയിലി ലേണിങ്ങിലോ ഡെയിലി റീഡിങ്ങിലോ നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ള ഏത് പുതിയ വേർഡും ആവാം. ഓക്കെ, ന്യൂ വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരെണ്ണം തന്നെ ആവണം എന്നില്ല, ഒന്നിലധികം ആവാം. പിന്നെ അത് വേർഡ് തന്നെ ആവണം എന്നില്ല. ഇറ്റ് ക്യാൻ ബി ഇഡിയം, ഇറ്റ് ക്യാൻ ബി ഫ്രേസസ്, ഓക്കെ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ദറ്റ് യു ഹവ് ലേൺഡ് ന്യൂ. ആൻഡ് ദെൻ വി നീഡ് സെൽഫ് എവാലുവേഷൻ. നിങ്ങളുടെ അന്നത്തെ ആ ഒരു ലേണിംഗ് ജേർണീനെ എങ്ങനെയാണ് സെൽഫ് എവാലുവേറ്റ് ചെയ്യുന്നത്? സക്സസ്ഫുൾ ആണോ, അതോ ഇനിയും ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, ഇനിയും ഹെൽപ്പ് എടുക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ രീതിയിലുള്ള ഒരു സെൽഫ് എവാലുവേഷൻ നടത്തുക. സെൽഫ് എവാലുവേഷന്റെ ബേസിസിൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞെഴുതുക. റിഫ്ലക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഇന്റേണൽ ഇമോഷണൽ ആൻഡ് ഫീലിംഗ് കൂടി ഒന്ന് എഴുതുക. അതായത് ഫെൽറ്റ് കോൺഫിഡൻറ്റ്, ഫെൽറ്റ് ഹാപ്പി, ഫെൽറ്റ് ഡിസപ്പോയിന്റഡ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീലിംഗ് വന്നത് എന്ന് കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ദാറ്റ് ഇസ് റിഫ്ലക്ഷൻ. ആൻഡ് ദെൻ ഫൈനലി വൈൻഡ് അപ്പ് വിത്ത് ഗോൾസ് ഫോർ ടുമോറോ. നാളെ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗം ഏതാണ് എന്നതുകൂടെ മെൻഷൻ ചെയ്തിട്ട് ഒന്ന് എൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് കേട്ടോ EEP ഡയറി ഫോമാറ്റ്. സോ ഡു യു വാണ്ട് എനിത്തിങ് എൽസ് ഫ്രം മൈ പാർട്ട്? ഞാൻ ഇതുവരെ ഇവിടെ പറഞ്ഞതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇഫ് യെസ് പ്ലീസ് ആസ്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫീഡ്ബാക്ക് സെഷനിലേക്ക് പോവാം. As this is the last EEP session, I had prepared feedback to share. However, I couldn't speak and you could only hear me coughing. So I would like to share it here instead, ma'am. Okay, Amina po speaking and patata stelano chomeyano. Do you want to try speaking? എക്സാം എങ്ങനെയാണ് നടത്തുക? ആപ്പിൽ ആണോ? എക്സാം ആപ്പിൽ ആയിരിക്കില്ല, നിങ്ങൾക്ക് ഗൂഗിൾ ഫോം വഴിയായിരിക്കും കേട്ടോ നിങ്ങളുടെ അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി തരും. ചിലപ്പോൾ അത് ആപ്പ് ത്രൂ ആയിരിക്കാം, നിങ്ങളുടെ വീക്ക്ലി അസസ്മെന്റ്സ് ഉണ്ടാവാറില്ലേ അതുപോലെ ആയിരിക്കാം, ചിലപ്പോൾ ഗൂഗിൾ ഫോം വഴി ആയിരിക്കാം. ഓക്കെ, ഫർദർ ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ഗിവൻ. അതിന്റെ ഡേറ്റും അതിന്റെ മീഡിയമും അതിന്റെ ടൈം ലിമിറ്റും എല്ലാം നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഇന്ന് മുതൽ ക്ലാസ് കേട്ടിട്ട് ഡയറി എഴുതിയാൽ മതിയോ? യെസ് മുസീന, മതി. ഓക്കെ, സോ ഇന്ന് തൊട്ട് നിങ്ങൾ ക്ലാസ് നിങ്ങളുടെ ആപ്പിൽ പോയി കേൾക്കുക കേട്ടോ. ഓക്കെ, ലോട്ട്സ് ഓഫ് ഡൗട്ട്സ് ആർ ദേർ ബിക്കോസ് ക്ലാസ് കേട്ടിട്ടില്ല, ദാറ്റ്സ് പ്രോബ്ലം. ആര്യനന്ദ ന്യൂ സ്റ്റുഡന്റ് ആണോ? അതായത് ഇന്ന് ആദ്യമായിട്ട് EEPയിൽ ജോയിൻ ചെയ്യുന്ന ആളാണോ? അതാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഈ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞതിൽ നിന്ന് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ജസ്റ്റ് നിങ്ങളുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാന്നേ ഉള്ളൂ.
അത് നിങ്ങൾക്ക് സാധിക്കും ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉള്ള പ്രോജക്റ്റ് ഒന്നും അല്ലാതെ. ഓക്കെ, അപ്പൊ ഞാനിവിടെ തന്നിട്ടുള്ള ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. അതല്ല നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് 1 month ആയിട്ടുള്ളൂ, നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് സെന്റൻസ് സ്ട്രക്ചറിങ്ങിലൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഗ്രാമറിൽ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ചെയ്യണം എന്നില്ല. യു ക്യാൻ ആസ്ക് യുവർ മെന്റർ എപ്പോഴായിരിക്കും അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന് മെന്ററിനോട് ചോദിക്കാം. ഓക്കെ. Okay, Amina has put up her feedback here. Let's all go through it. Last February, I joined LearnWise, which has been a game changer in my life. As someone who discontinued studies years ago, returning to learning was no walk in the past. No walk in the park. Okay. No walk in the park. That's a very good usage. അതായത് അത്ര ഈസി ആയിരുന്നില്ല എന്നുള്ളത്. One of the greatest blessings from LearnWise has been the EEP. EEP not only enriched my understanding of English language, but also supported me in understanding the coursework of my program. Initially, I struggled to keep up with the classes. The long break from studies, the complex vocabulary in the study material made it tough. For at least 2 months, I found myself constantly relying on Google to understand meanings. EEP became my lifeline, a true savior that gave me the tools to bridge the gap. Through its activities, I not only improved my vocabulary, but also learned to frame sentences confidently. Reading felt less overwhelming. Learning turned into a more enjoyable experience. Now, I don't have to look up every single word, as I've enriched my vocabulary with idioms, phrases, and new words. I even started to write simple poems. The listening, reading, writing, speaking activities in EEP were incredibly engaging. They introduced me to the articles, podcasts, even different accents, pushing me out of my comfort zone. These activities were not just exercises, they were stepping stones to gaining knowledge and confidence. I am deeply grateful for the LearnWise faculty for introducing EEP as part of the curriculum. Special thanks goes to Hamna ma'am, thank you, whose encouragement has been a foundation of my growth. Your gentle corrections, unwavering support have left a lasting impression on me. It's rare to find such compassionate, dedicated teachers, and I feel truly blessed. Although I couldn't attend EEP classes as complete activities, even the past 2 months due to TEE exam preparation, I am determined to pick up where I left off. LearnWise and EEP has been my biggest blessings of 2024. I believe that with continued effort, I'll soon be able to speak English effortlessly. Thank you for making learning not just possible, but also enjoyable. Oh, this is, I don't know what to tell. I'm very happy for this feedback, and your feedback എഴുതിയിരിക്കുന്ന രീതി തന്നെ മതി ബാക്കിയുള്ളവരെ മനസ്സിലാക്കാൻ how EEP have helped you എന്നുള്ളത്. Okay, thank you so much, Amina. I think this was very heartwarming. Okay, very heartfelt, വളരെ heartfelt ആയിട്ട് എഴുതിയിട്ടുള്ളത് പോലെ ശരിക്കും എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, ആൻഡ് അമീൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫ്രേസസും ആ ഒരു വേ ഓഫ് കമ്മ്യൂണിക്കേഷന് തന്നെ നമുക്ക് മനസ്സിലാവും അമീന എത്രമാത്രം എന്താണ് ഇംഗ്ലീഷ് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഇതിൽ പ്രൊഫീഷ്യന്റ് ആയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഐ ഹോപ്പ് അതേഴ്സ് കൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, അമീന ഇവിടെ അമീന ഒന്നും അറിയാതെ വന്ന ഒരാളായിരുന്നില്ല. അമീന ഓൾറെഡി ഹാഡ് ഹെർ ബേസിക്സ്. പക്ഷെ അമീന പറഞ്ഞതുപോലെ തന്നെ അമീനയും കുറച്ച് ബ്രേക്കിന് ശേഷം പഠനത്തിലേക്ക് വന്ന ആളാണ്. ഇവിടെ ഉള്ള ഐ തിങ്ക് ഒരു 50% ഓഫ് ആൾക്കാർ അങ്ങനെയുള്ളവരായിരിക്കും. അപ്പൊ ഈ പൊടിതട്ടി എടുക്കുക എന്നുള്ളത് ചിലർക്ക് കുറച്ച് എളുപ്പമായിരിക്കും. പക്ഷെ നമ്മൾ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അധികം പേർക്ക് ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു ഇംഗ്ലീഷ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, അതിനൊന്ന് ഫ്ലുവന്റ് ആക്കുക എന്നുള്ളത് ഇസ് നോട്ട് എൻ ഈസി ടാസ്ക്. ഓക്കെ, അപ്പോ എന്താ പറയാ, അമീന ഡെയിലി ടാസ്കുകൾ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഫീഡ്ബാക്ക് എഴുതാൻ പറ്റിയത്. ഇപ്പോൾ ജസ്റ്റ് വീക്ക്ലി സെഷൻസ് മാത്രം അറ്റൻഡ് ചെയ്യുന്നവർക്കൊന്നും ഇത്രയും പറയാനുണ്ടാവില്ല. അമീന വാസ് എ റെഗുലർ സ്റ്റുഡന്റ്. ഇപ്പൊ പറഞ്ഞതുപോലെ ലാസ്റ്റ് 2 months നിങ്ങളുടെ ടേം ആൻഡ് എക്സാം ആയപ്പോഴാണ് ഒരു ബ്രേക്ക് എടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ടാസ്കുകൾ ചെയ്തിരുന്ന, വീക്ക്ലി എല്ലാ ലൈവ് സെഷനിലും അറ്റൻഡ് ചെയ്ത ആളായിരുന്നു.
ഓക്കെ, ആൻഡ് അതിന്റെ ഡിഫറൻസ് വളരെ എവിഡന്റ് ആണ്. ഓക്കെ, ആൻഡ് താങ്ക് യു സോ മച്ച് അമീന ഫോർ ദിസ്. ഓക്കെ, ദിസ് ഫീഡ്ബാക്ക് മീൻസ് എ ലോട്ട് ടു അസ്. ഓക്കെ, ആൻഡ് ജസ്റ്റ് റിമൈൻഡിങ് യു ഓൾ സംതിങ്, ഞാൻ നിങ്ങളുടെ EEP ഫാക്കൽറ്റി ആണ്, പക്ഷെ EEP ഒരു ടീം വർക്ക് ആണ്. നമുക്കിവിടെ അബി സാർ ഉണ്ട്, അശോക് സാർ ഉണ്ട്, റഹീ സാർ ഉണ്ട്, മുഹമ്മദ് സാർ ഉണ്ട്. ഓക്കെ, സോ ഇതിന്റെ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൊക്കെ ഞാൻ മാത്രമല്ല, എല്ലാവരും ഒരുമിച്ചാണ്. സോ ഐ എം യുവർ ഫാക്കൽറ്റി. നിങ്ങൾ കാണുന്ന ഫേസും കേൾക്കുന്ന സൗണ്ടും എന്റേത് മാത്രമായിരിക്കാം, ബട്ട് ദർ ഇസ് എ ടീം ബിഹൈൻഡ്. ഓക്കെ, യാ. സോ എനിവൺ എൽസ് റെഡി ടു ഷെയർ ഫീഡ്ബാക്ക്? ആരെങ്കിലും ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തുതരാം. എനിവൺ എൽസ് വില്ലിംഗ് ടു ഷെയർ ദ ഫീഡ്ബാക്ക്? So English enrichment program was actually a game changer in my life, because I was a person who spoke basics of English, but now I can at least speak confidently. That is a great blessing that I got from English enrichment program, and I also able to comprehend the articles, and I am able to write a little bit of poems and short stories right now, using because of this techniques that I have learned in the class. And I can now compose a formal email. I'm so happy because I could able to improve my speaking ability a little bit because of this program. And I'm really grateful to Hamna ma'am, because her unwavering support was really helpful for me. Okay, thank you so much, my girls. Thank you so much for coming up and speaking. This feels really good to hear that this journey have really helped you. Okay. So, Midlaj, are you willing to speak? Can you please unmute? Hi, ma'am. Yeah. Hi, good evening, Midlaj. This EP session was very helpful for me, because I already knew basics of English, because I'm currently studying the degree. But the idioms and the phrases, many of the phrases that you have given us, really helped me to connect my words and to improve in my essays and my exams as well. So throughout the EP session, this was very helpful for me. Thank you. Okay, thank you so much, Midlaj. Yeah. I hope this session ഇവിടെ ഫീഡ്ബാക്ക് പറയാത്ത പലരെയും EEP ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് EEP സെഷൻ എൻഡ് ചെയ്യുന്നു എന്ന് കരുതി നിങ്ങളുടെ ലേണിംഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ബിക്കോസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നല്ല, എന്ത് കാര്യവും നമ്മൾ ഒരുപാട് കാലം റിവൈസ് ചെയ്യാതെയും ബ്രഷപ്പ് ചെയ്യാതെയും ഇരുന്ന് കഴിഞ്ഞാൽ ദർ ആർ ഹൈ ചാൻസസ് വിൽ ലൂസ് ദ കണക്ഷൻ. അപ്പൊ നമ്മൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഫ്രം ദ ബിഗിനിങ് നമ്മളെല്ലാം ചെയ്യേണ്ടി വരും. സോ അതിനൊരു ചാൻസ് കൊടുക്കാതിരിക്കുക. ഒരു കണ്ടിന്യൂസ് ട്രാക്കിൽ ഒരു 3-4 ഡേയ്സിൽ വൺസ് എങ്കിലും ഒരു ഇംഗ്ലീഷിന് വേണ്ടി ഒരു ഹാഫ് ആൻ അവർ എങ്കിലും മാറ്റി വെക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഇംഗ്ലീഷിൽ പോഡ്കാസ്റ്റുകൾ കേൾക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്ത് അത് കേൾക്കുക, അത് എഡിറ്റ് ചെയ്യുക, എന്തെങ്കിലും രീതിയിൽ. ഇപ്പൊ ഒരു വീക്ക് നിങ്ങൾ എന്തെങ്കിലും റിട്ടൺ ആക്ടിവിറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്തെങ്കിലും സ്പീക്കിംഗ് ആക്ടിവിറ്റി ചെയ്യുക. ആ രീതിയിൽ നിങ്ങളെ തന്നെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോവാട്ടോ. ഓക്കെ, so with that we will wind up for today. Sorry ma'am, I'm not preparing a speech. It's completely fine. Really, it's a good platform. Thank you. We'll join next EP session. Okay, thank you so much, Nitin. Thank you so much for letting me know that. അപ്പോൾ ഇനി ഫർദർ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. ഇനി അടുത്ത് നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ സെഷൻ പോലത്തെ സെഷനിലായിരിക്കും. ദാറ്റ് ഈസ് നമ്മളുടെ ബെസ്റ്റ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റും ബെസ്റ്റ് EEP ഡയറി എല്ലാം അനൗൺസ് ചെയ്യുന്ന സെഷനിലായിരിക്കും നമ്മൾ ഇനി മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ആം വെയിറ്റിംഗ് ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു വിൽ ബി ഡൂയിങ് ഓൾ ഓഫ് ദീസ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രോജക്ട്. ഓക്കെ, എന്താണിത് ഞാൻ ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ലല്ലോ, മറ്റു കുട്ടി എന്നേക്കാൾ നന്നായി പറയുന്ന കേട്ടല്ലോ, നോ. ഓക്കെ, അങ്ങനെയല്ല, എല്ലാവരും ടേക്ക് പാർട്ട് ചെയ്യുക. ഓക്കെ, പാർട്ടിസിപ്പേഷൻ മാറ്റേഴ്സ്. അപ്പൊ ഈ ഒരു 150 ഡേയ്സിന്റെ ഒരു റിസൾട്ട് എനിക്കും നിങ്ങൾക്കും കാണാൻ സാധിക്കും. Okay, so make sure you all do capstone as well as EEP diary. അതുപോലെ ഫൈനൽ അസസ്മെന്റും ഇമ്പോർട്ടന്റ് ആണ്, because you will be receiving a certificate for that. അപ്പൊ ഇതെല്ലാം മൈൻഡിൽ വെക്കുക. And I wish everyone all the best for your future endeavors. And in case of anything, please connect with your mentors. And ഞാനുമായി കണക്ട് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെന്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവർ കണക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. Okay, improved my language. Okay, happy to hear that.
Okay, Amina has sent me her poems. Amina, I'll give you a chance in our grand finale session for the presentation of these ones because I feel like Amina എനിക്ക് direct personally ആണ് അയച്ചിട്ടുള്ളത്. These aren't small things. സ്വന്തമായിട്ട് ഒരു പോം എഴുതുക, സ്റ്റോറി എഴുതുക എന്നുള്ളതൊന്നും ചെറിയ കാര്യമല്ല. And this is to be presented in front of all our friends. Okay, so ഇതിന് എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി തരാം നമ്മൾ നെക്സ്റ്റ് സെഷനിൽ ഇത്. സോ എല്ലാവർക്കും കേൾക്കാം കേട്ടോ. Okay, thank you so much, Amina, for sharing this with me. Okay, you may all leave. Good night and take care.